കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോം ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു കൃഷ്ണനെ ചെയ്യണത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ വീഡിയോ. അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഫോം ക്ലേ യൂസ് ചെയ്യാനായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ രീതിക്കുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ല, ഒന്ന് ക്ഷമിക്കുക. അപ്പം ഇനി നമുക്ക് കാര്യത്തേക്ക് കിടക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആകെപ്പാടെ 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബ്ലൂ, ബ്ലാക്ക്, ഓറഞ്ച്, യെല്ലോ. ആദ്യം തന്നെ ബോഡി പാർട്സ് ഒന്ന് സെറ്റ് ആക്കി വെച്ചു. അല്ലാണ്ട് ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. സോ ഞാൻ ആദ്യം ബോഡി പാർട്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത്. തലയും മേലും ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ കാലും കൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടു. കാരണം ഇത് ഉണ്ടാക്കി വരുമ്പോൾ ചിലപ്പോൾ ലെങ്ത് കൂടും, അല്ലാന്നുണ്ടെങ്കിൽ ബോഡി പാർട്ടിന്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു മാച്ച് ഇല്ലാത്ത രീതിയിലൊക്കെ നിൽക്കായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് കൈയും കാലൊക്കെ ഒന്ന് സെറ്റ് ആക്കിയത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഹെയർ സെറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു ബ്ലാക്ക് എടുത്തത്. ബ്ലാക്ക് എടുത്ത് ഹെയർ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഫോം ക്ലേ വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു സെന്റർ പാർട്ടീഷൻ ഒക്കെ എടുത്തിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ബോഡി പാർട്ടും തലയൊക്കെ തമ്മിലൊന്ന് ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാലതിന്റെ മുകളിലൊന്ന് വെച്ചു കൊടുത്തു. അതും കൂടി കഴിഞ്ഞിട്ട് ഒരു യെല്ലോ കളറിൽ ഒരു ധോത്തി പോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ചെയ്തേക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് പേടിണ്ടായിരുന്നു. കാരണം അത് ശരിയാവോ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഈ ധോത്തി വെച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കൃഷ്ണന്റെ ലുക്ക് കിട്ടി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു, ശരിയാവും എന്നുള്ളൊരു സംഭവം നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാലയ്ക്ക് വേണ്ടിയിട്ട് ഓറഞ്ചും യെല്ലോയും കൂടിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതൊന്ന് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ കൈ ഒന്ന് ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് യെല്ലോയും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഓടക്കുഴൽ പോലെ ഉണ്ടാക്കിയിട്ട് അതും കൂടി ഒന്ന് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മയിൽപ്പീലിക്ക് വേണ്ടിയിട്ട് ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്തപ്പോൾ ഒരു ഗ്രീൻ കളർ കിട്ടി. അതും യെല്ലോ, ഓറഞ്ച്, ബ്ലൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ മയിൽപ്പീലിയും കൂടി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞപ്പോൾ സെറ്റ്. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം നമുക്ക് അത്ര വശമില്ലാത്ത കാര്യം നമ്മൾ ചെയ്ത് ഏറെക്കുറെ ഒരു രൂപം നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതും കൂടി കഴിഞ്ഞിട്ട് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഈ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്ന കാര്യത്തിലായിരുന്നു. കാരണം നമ്മൾ ഏറെക്കുറെ ഒരു രൂപം കൊണ്ടുവന്ന് സെറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് ആ ഒരു വരച്ചതിൽ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കൊളായിന്ന് വരാം. കാരണം ഞാൻ ക്ലേ വെച്ചിട്ട് ഒരുവിധം എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് ഈ കണ്ണും മൂക്കും വരയ്ക്കണോടത്തായിരിക്കും എന്റെ കയ്യിൽ നിന്ന് എല്ലാം പോണത്. അപ്പോൾ ഇത് വരച്ച് വന്നപ്പോഴും ആദ്യം ഒരു തവണ ഒന്ന് തെറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമതൊന്ന് വരച്ചെടുത്തു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഭയങ്കര അടിപൊളിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആണ് അങ്ങനെയല്ല. തെറ്റുകുറ്റങ്ങളും ഇംപെർഫെക്ഷൻസും എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ട് ഇത്രയെങ്കിലും ആയല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കിയത് എന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതും ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഒന്ന് കമന്റിൽ പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്ത് മാത്രമല്ല, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി.